വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് എളുപ്പത്തിലുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തീ പോലും കത്തിക്കേണ്ട, മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വൈറ്റ് ബ്രെഡാണ്. ഞാനിപ്പം 5 വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നടുവിലുള്ള വൈറ്റ് പോർഷൻ മാത്രം ആക്കിയിട്ട് എടുക്കണം. 4 വശവും ഇതുപോലെ മുറിച്ചിട്ട് ബ്രെഡിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമാണ് നമ്മൾ ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വേറൊരു ബൗളിൽ ഞാൻ 1/3 കപ്പ് തണുത്ത പാലെടുത്തിട്ടുണ്ട്. 3ൽ 1 ഭാഗമാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡാണ്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ക്രീം ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഷുഗറൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ മധുരം ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വിപ്പായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ 2-3 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഗ്രീൻ കളറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിങ്ക് ചേർക്കാം. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ യെല്ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഫ്ലേവറിങ്ങിനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. നേരത്തെ നമ്മൾ കണ്ടൻസ് മിൽക്കും പാലും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചറില്ലേ, അതിലേക്ക് ഓരോ പീസ് ബ്രെഡ് ഇതുപോലെ മുക്കിയെടുക്കുക. 2 വശവും ഒന്ന് മുക്കിയിട്ട് അപ്പം തന്നെ എടുക്കണം. ഇത് ഒരുപാട് നേരം പാലിൻ്റെ മിക്സ്ചറിലിടരുത്, അപ്പോൾ ഇത് മുറിഞ്ഞു പോവും. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള മിൽക്ക് ഇതുപോലെ സ്ക്യൂസ് ചെയ്തിട്ട് പുറത്ത് കളയുക. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഈ ബ്രെഡിൻ്റെ പീസിൻ്റെ മേലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഒരുപാടൊന്നും തേക്കണ്ട, തിന്നായിട്ടുള്ള ലെയർ തേച്ചാൽ മതി. അതിനുശേഷം ഒരു വശത്ത് നിന്ന് എടുത്തിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് റോളാക്കിയിട്ട് എടുക്കുക. എക്സസ് ആയിട്ട് വരുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമില്ലേ പുറത്തേക്ക് കാണുന്ന, അതൊന്ന് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് സൈഡിലൊക്കെ നല്ല രീതിയിൽ കവറാക്കിയിട്ട് എടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഈ ഒരു റോള് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അതായത് ഉണങ്ങിയ തേങ്ങയുടെ പൊടിയില്ലേ, അതാണിത്. അതിൻ്റെ അകത്ത് എല്ലാ വശവും ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഇപ്പം നിങ്ങൾക്ക് കടകളിൽ ഈസി ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത്രയുള്ള പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല കോക്കനട്ട് ഫ്ലേവർ ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുത്ത് വെക്കണം. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.